നമുക്ക് കണക്കൂട്ടാൻ അറിയാം, പലിശ കണക്കൂട്ടാൻ അറിയാം, കൂട്ടുപലിശ കണക്കൂട്ടാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ പൈസ ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ടോ? പൈസയെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? അവൻ്റെ അടുത്ത് പൈസ പോയി ഇത്രേ, അവൻ്റെ അടുത്ത് പൈസ ഇല്ലാഞ്ഞിട്ട് അവൻ്റെ ചികിത്സ നടന്നിട്ടില്ല അത്രേ, അവൻ്റെ അടുത്ത് കുറേ പൈസ ഉണ്ടായപ്പോൾ അവൻ മോശമായിത്രേ, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് ഇപ്പോൾ കുറേ പൈസ ഉണ്ട്, അവന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നാണ്, ഏതോ അറബിനെ പറ്റിച്ചിട്ട് കൊടുക്കുന്നതാണ് അത്രേ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ പണവുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുള്ളത്. എവിടെ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. ഇനി കുറച്ചുകൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്ന റിലീജിയൻ സിസ്റ്റത്തിലേക്ക്, മത സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പൈസ ഉണ്ടാകണവനാണ് ഏറ്റവും കൂടുതൽ വിചാരണ നേരിടുക. അവൻ എന്ത് ചെയ്യണം? എങ്ങനെയാണ് സൂചിയുടെ കുഴലിലൂടെ കടന്നു പോകണം. അപ്പോഴും എന്താണ്? പ്രോബ്ലമാണ്, നെഗറ്റീവാണ്, പ്രശ്നമാണ്. എന്നാൽ പൈസ വേണ്ടേന്ന് ചോദിച്ചാൽ എല്ലാവർക്കും പൈസ വേണം. ഒരു ഉത്സവം നടക്കണമെങ്കിൽ പൈസ വേണം, ഒരു മത പരിപാടി നടക്കണമെങ്കിൽ പൈസ വേണം, അല്ലെങ്കിൽ നാട്ടിൽ ഒരാൾക്ക് സഹായിക്കണമെങ്കിൽ പൈസ വേണം.